ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാ മക്കളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഞാനും പൊന്നും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ വന്നെന്താ വെച്ചാല്, പൊന്നൂന് ഒരു അടിപൊളി പാട്ട് നിങ്ങളോട് പാടണമെന്നുണ്ട്. അതെന്താ വെച്ചാൽ പൊന്നൂന് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാന്. എപ്പോഴും എപ്പോഴും എന്തെങ്കിലും മൂളിപ്പാട്ടൊക്കെ ഇങ്ങനെ പാടി കാണാണ്. എപ്പോഴും പാട്ടിനോട് ഭയങ്കര താല്പര്യ. അത് ഞാൻ കുറെ പാടിയ പാട്ടാണ്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതെ, എന്നാലും വെറുതെ ഒന്ന് പാടാ, കുറേ പാടിക്കണം. അതെ, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നോക്കല്ലേ. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഒരു കൊച്ചു പാട്ടാണ്, എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പൊന്നൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടി തരട്ടാ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. റെഡി അല്ലേ? റെഡി. റെഡി, 1 2 3 സ്റ്റാർട്ട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനെ സംഹാരകനെ അണ്ണൻ തന്നനായി വന്നവനെ ഇവയാം വന്നൊരക്കും നിന്നൊരക്കും പട്ടയാവട്ടെ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് വെടിയിൽ പടയാനിൽ കൊതിച്ചിടും കരുത്ത് ബോംബെ പടച്ചു വിട്ട പടപടപ്പിൻ വെട്ടിൻ കൊത്ത് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി ടാടാ 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 തേന കത്തി കൊണ്ട് വിദ്യാലംബം മുത്ത് അരീഷി തോക്കിൻ കാഞ്ചി വലി ശീലം കൊണ്ട് മറക്കബ്യാർ അഞ്ചിൽ കൂട്ടി വെച്ചോരംഗക്കലി വ്യാര പ്രവാസി അഞ്ചിൽ കൂട്ടി വെച്ചോരംഗക്കലി ഇവയാം വന്നോരക്കും നിന്നോരക്കും പട്ടയവട്ടെ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് വെടിയിൽ പടയാനിൽ കൊതിച്ചിടും കരുത്ത് ബോംബെ പടച്ചു വിട്ട പടപടപ്പിൻ വെട്ടിൻ കൊത്ത് ഉലകമിലാലൂടും തോൽക്കാകീവൻ ഉലകമിലമ്മക്കായി തേനും പൈതൽ കരഞ്ഞോ കാലൂട്ടും സ്നേഹം നീയേ കരഞ്ഞോ താരാട്ടാനെന്നെ കരയാൻ കണ്ണീരില്ല കണ്ണീരൊക്കാൻ ആരും പോരണ്ട മിടിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി ഇഴയിൽ പടയാനിൽ കൊതിച്ചിടും കരുത്തേ ബോംബെ പടച്ചു വിട്ട പടപടപ്പിൻ വെട്ടിൻ കൊത്ത് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി. പിന്നെ ഞാൻ ഒരു പാട്ടും കൂടി പാടിത്തരാം. ഈ പാടാൻ പോണ പാട്ട് ഈ ആയിഷ ബീബിയാൽ മൊഞ്ചിച്ച വിൻവാനി അതിന്റെ മുമ്പ് ട്രെൻഡ് ആയ പാട്ടാണ്. അതും അനാൻഷാന്റെ പാട്ട്. കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. റെഡി 1 2 3 സ്റ്റാർട്ട്. മാറി പുതുമാരി നാണം കൊണ്ട് കുണുങ്ങി സാരി കാഞ്ചി വല മുണുത്തൊരുങ്ങി അലങ്കാര വരുന്നതും ഹാരം തരുന്നതും ഓർത്ത് കരളില് കുളിരിറങ്ങി സുനന്ദനമാരുടെ അങ്ങൈമാരുടെ അങ്ങനെ ഇങ്ങനെക്ക് സേതുപോലൊരു മയിലാഞ്ചി സുനന്ദനമാരുടെ അങ്ങൈമാരുടെ അങ്ങനെ ഇങ്ങനെക്ക് സേതുപോലൊരു മയിലാഞ്ചി കാച്ചിയെടുത്തും കൊണ്ട് പാച്ചിലി പായുന്നുണ്ട് കല്ലാച്ചിന്നും വന്ന വലിയമ്മായി കച്ചറ കുത്തിച്ചോ ഒന്നര കുത്തിച്ചോറ അങ്ങനെ ഇങ്ങനെയും ഈ അമ്മായി സ്വന്തന്മാരുടെ അങ്ങനെ ഇങ്ങനെക്ക് സേതുപോലൊരു മയിലാഞ്ചി സ്വന്തന്മാരുടെ അങ്ങനെ ഇങ്ങനെക്ക് സേതുപോലൊരു മയിലാഞ്ചി കാച്ചിയെടുത്തും കൊണ്ട് പാച്ചിലി പായുന്നുണ്ട് കല്ലച്ചിന്നും വന്ന വലിയമ്മായി കന്നറ കുത്തിച്ചോറ പെന്നറ കുച്ചിച്ചോറ അങ്ങനെ ഇങ്ങനെ വലിയമ്മായി സ്വന്തന്നരെ ചോരം ചായരുന്ന അങ്ങനെ ഇങ്ങനെ മാത്രം മോഹം ഈ സംഗതി തന്നെ പ്രേമം ഇത് അങ്ങനെ ഇങ്ങനെ ചെയ്തുപോലൊരു കരമ സനിസ നാരി പുതുമ
കുമാരി നാണം കൊണ്ട് കുണുങ്ങി സാരി കാഞ്ചി വല മുണുത്തൊരുങ്ങി അലങ്കാര വരുന്നതും ഹാരം തരുന്നതും ഓർത്ത് കരളിൽ കുളിരിറങ്ങി. ഓക്കേ, അപ്പൊ അടിപൊളിയായില്ലേ? ഓക്കേ എവരിവൺ. ഡൺ. നീല നിലവേ ചിറകിലലയെ താനെ ഉലയാൻ തോന്നലുലയും മനസ്സിൽ വെറുതേട്ട നീല നിലവേ നിലവിലയകെ താരമറിയേ നിരിയും ചിരിയെ തോന്നലുലയാൻ മനസ്സിൽ വെറുതെ നാലെ ഉലകും നീയും ചിരിയേട്ട. അപ്പൊ പൊന്നുവിന്റെ പാട്ട് ഇതൊക്കെ തന്നെയാണ്. പിന്നെ പൊന്നുവിന്റെ അമ്മ മാളു, മാളു അടിപൊളിയായി പാട്ട് പാടും, പൊന്നുവിനെ പോലെ തന്നെയാണ്. പക്ഷെ ആൾക്ക് ഇതേമാതിരി വീഡിയോയിലൊക്കെ പാടാൻ അങ്ങനെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആള് പാടുന്നില്ല. ലൈവിലൊക്കെ ചെറുതായിട്ടൊന്ന് മൂളി വിടും, ചെറുതായിട്ടൊക്കെ പാടും. അപ്പോൾ മാളുവിന്റെ പാട്ട് കുറെ എനിക്ക് കിട്ടിയതാവും ചിലപ്പല്ലേ. അപ്പൊ എന്റെ ഒരു വിശ്വാസം അങ്ങനെ ഉണ്ട്, ഞാന് നമ്മളെ കുട്ടികളെ തന്നെ അല്ലെങ്കിൽ നമ്മളെ ഭാര്യനെ പൊക്കി പറയല്ല എങ്കിൽ ഇഷ്ടം പോലെ പാട്ടാണ്. അതെ, ആ വീഡിയോ നിങ്ങൾ പോയി കേട്ടെങ്കിൽ പാട്ട് പാടേണ്ട വർക്കും. അതെ, അതാ പറഞ്ഞത്. ആള് അല്ലാത്തിന്റെ ആള് ല്ലേ സ്വന്തമായിട്ട് നന്നായിട്ട് പാടും ല്ലേ. ഇതിന്റെ ഈ പാട്ടിന് ഞാൻ ഈ പാടിയ ഇതിന്റെ ഫുള്ള് എന്താണ് ആ വീഡിയോ ഉണ്ടാവും. കൊറേ ബാക്കിക്ക് പോയാല് കൊറേ പാട്ട് പാടിയ വീഡിയോ ഉണ്ട്, വൈറലായത് വരെ ഉണ്ട്. കൊറേ ലക്ഷം കണക്കിന് ആളുകൾ വ്യൂസ് കിട്ടിയ വരെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം എന്റെ കുട്ടിക്ക്. അപ്പോ ഇനി ഉയരങ്ങളിലെത്താൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അല്ലേ പൊന്നോ? ഓക്കെ. അപ്പൊ നമ്മളെ പൊന്നുവിന്റെ ഒരു കൊച്ചു ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പൊന്നു ഒരുപാട് കുഴങ്ങിയിട്ടാണ് പാടിയിട്ട്, അത് അതിന്റെ ഇടയിൽ ചെറിയ ഒരു കട്ട് വന്നിട്ട്. ആരാണ് പാടിയത് പൊന്നു ശരിക്കും? അത് പാടിയത് ഡെബ്സി പാടിയതാണ് അല്ലേ? അപ്പൊ ഡെബ്സി പാടിയതാണ്. ഡെബ്സിയെ പൊന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പൊന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടട്ടെ. എനിക്ക് പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പാടുന്നവരും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പാട്ട് അറിയില്ല. എനിക്ക് പാട്ട് പാടാൻ വേണ്ടി ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് വായിക്കണ മാരൊക്കെയാണ് തോന്നുന്നില്ലേ. ഇവരൊക്കെ പറയും നിങ്ങൾ പാടണ്ട, നിങ്ങൾ പാടിയാല് പറയുന്ന ആൾക്കാരുണ്ട് എന്ന് കൂട്ടിയില്ലേ. ആളെ പേര് പറയണ്ടല്ലോ. അപ്പോ എനിക്ക് പാട്ട് പാടുന്നവരെ ഗായകരെ ചെറിയ കൊച്ചു കുട്ടികളെ അവരെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുന്നവരെ. അപ്പൊ നമ്മളെ പൊന്നുവിനെ പാട്ട് പഠിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പൊന്നുവിനോട് ഞാൻ പറയാം, പൊന്നു പറയും വേണ്ടാന്ന് പറയും. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു പാട്ട് പാടുന്ന നല്ലൊരു ഗായകൻ ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പൊന്നുവിന് അതിനുള്ള ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അതിനുള്ള കഴിവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ പൊന്നുവിൻ്റെ പാട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി നിങ്ങളൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയും. പിന്നെ പൊന്നൂന് ഇനി ഇൻഷാ അല്ലാഹ് അവൻ ലൈവിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ലൈവിലൊക്കെ എപ്പോഴും അവൻ പാട്ട് പാടാറുണ്ട്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അവനക്ക്. ഇങ്ങനെ ഈ റബീഉൽ അവ്വൽ നമ്മളെ നബിദിനമൊക്കെ ആവുമ്പോൾ മദ്രസിലൊക്കെ പാട്ട് പാടുമ്പോഴൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ഇത് വീഡിയോ ഇടും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ മാളും അതുപോലെ ഞങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് നമ്മുടെ നാട്ടിൽ കോട്ടക്കൽ വന്നാണ്. അപ്പോൾ മാളു ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിരുന്നു. അവൾ ഡ്രൈവിങ്ങിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടിയിൽ പോയത്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പൊന്നുവിന് ഇപ്പോൾ ചായ വെള്ളമൊക്കെ എന്തെങ്കിലും വേണ്ടി വരും, തൊണ്ടൊക്കെ വരണ്ടെങ്കിലില്ല പൊന്നോ. ഒരുപാട് കുഴങ്ങി പാടി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകൊണ്ടില്ലേ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് പൊളിച്ചാളി ഫോൺ പൊളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ ഏതായാലും ഇന്നത്തെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ ആളെത്തിക്കണ കഴിഞ്ഞ് നീ എച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിക്കണേ. സ്റ്റാർട്ട് ചെയ്ത പക്ഷെ ഞാനല്ല ഇട്ടുകണുള്ളൂ, ഞാനല്ല ഇട്ടുകണെന്നുള്ളൂ. ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു സാധനം ഉണ്ട് ഇവിടെ. വേറെ എടുത്തോ, ഞാൻ എടുത്തോ. എന്തേ എന്ത് സൂപ്പറാ അങ്ങനത്തെ അത് കൊറേ കഴിയുമ്പോ മാറില്ല. നാലുമ്പായം കഴിക്കണ് ഇതാണ് വെച്ചിട്ടാള്. എന്നാ
മൂപ്പര് ഡ്രൈവറാ അപ്പൊ ഞങ്ങൾ പൊന്നൂരെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ എത്തി പോവാണ് ഇല്ല പോവാന്നാല് ഹോസ്പിറ്റലിൽ പോകണം മറ്റേ നാളെ നേരം വെളുത്തിട്ട് പോകാം അത്രയും കാട്ടുപോയി അതെ കാട്ടിക്കാം ഒന്നും കൂടിയും ഒരു 2 കൂടിയും അപ്പൊ ഇൻഷാല്ല ഞങ്ങൾ പോയിട്ട് വരാം പോയിട്ട് വരാം ഓക്കെ